നമസ്കാരം. ഒരിക്കൽ ബുദ്ധനും ശിഷ്യന്മാരും കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. വഴിമധ്യേ അവർക്ക് നല്ല ക്ഷീണം അനുഭവപ്പെട്ടു. ഒരു നദിക്കരയിൽ എത്തിയ അവർ അവിടെ ഉണ്ടായിരുന്ന മരത്തണലിൽ ഇരുന്ന് വിശ്രമിക്കാൻ ആരംഭിച്ചു. വളരെ ക്ഷീണിതനായ ബുദ്ധൻ ശിഷ്യനോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, അല്പം വെള്ളം കൊണ്ടുവരാമോ എന്ന്. ശിഷ്യൻ നദിയിലോട്ട് ഇറങ്ങി വെള്ളമെടുക്കാൻ നോക്കുമ്പോൾ കണ്ടത് ചളി കലർന്ന വെള്ളമായിരുന്നു. അവിടെ കന്നുകാലികൾ കുളിക്കുകയായിരുന്നു. അതുകാരണം തന്നെ വെള്ളം ആകെ കലങ്ങി മറിഞ്ഞിരുന്നു. ശിഷ്യൻ അല്പം കൂടെ ഉള്ളിലോട്ടിറങ്ങി ജലമെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അവിടെയും കലങ്ങിയ വെള്ളം തന്നെയായിരുന്നു. ഈ വെള്ളം തൻ്റെ ഗുരുവിന് കുടിക്കാനാവില്ലല്ലോ എന്നോർത്ത് അയാൾ അല്പം പോലും വെള്ളമെടുക്കാതെ തിരിച്ചുപോയി. ബുദ്ധനോട് കാര്യം പറഞ്ഞു. ബുദ്ധൻ പ്രത്യേകിച്ച് മറുപടി ഒന്നും കൊടുത്തില്ല. അദ്ദേഹത്തോട് അല്പസമയം വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. അല്പസമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. നദിയിലെത്തിയ ശിഷ്യൻ കണ്ടത് കണ്ണാടി പോലെ തെളിഞ്ഞ ശുദ്ധമായ ജലമായിരുന്നു. ശിഷ്യൻ സന്തോഷപൂർവ്വം വെള്ളം എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. ബുദ്ധനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? ബുദ്ധൻ പറഞ്ഞു, ആ സമയത്ത് ജലവും മണ്ണും കൂടെ കലർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മണ്ണെല്ലാം താഴെ ഊർന്ന് ജലം ശുദ്ധമായി മാറി. അതെ, മനുഷ്യ മനസ്സും ഇതുപോലെ തന്നെയല്ലേ? നമ്മൾ മനസ്സിൽ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടക്കാത്തവയായിരിക്കും. അതെല്ലാം ഓർത്ത് മനസ്സ് ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. എന്നാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നറിയാമോ? മനസ്സിനെ ഫ്രീ ആക്കി വിടാൻ ശ്രമിക്കുക. മനസ്സ് ശാന്തമാക്കാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിനെ കുറച്ച് സമയം കൊടുത്താൽ മാത്രം മതി. അത് താനേ ശാന്തമാകും. നമ്മൾ മനഃപൂർവ്വം മറ്റെന്തെങ്കിലും ആലോചിച്ചുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിച്ചാൽ മനസ്സ് കൂടുതൽ ഡിസ്റ്റർബ് ആവുകയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എങ്ങനെയാണോ ചളി കലർന്ന വെള്ളം ശുദ്ധമായി മാറിയത്, അതേപോലെ നമ്മൾ നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കി വിടുക. അത് തനിയെ ശാന്തമായിക്കൊള്ളും. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. Thanks for watching.